സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടി വരില്ലെന്ന് KSEB. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നു ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. മേഖല തിരിച്ചുള്ള നിയന്ത്രണം ഫലം കണ്ടതായി KSEBയുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി ടിൻഡു ചേരുന്നുണ്ട്. ടിൻഡു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദൃശ്യ, സംസ്ഥാനത്തെ അതിരൂക്ഷ വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നത്. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണത്തിന് ശേഷം ചേർന്ന ആദ്യ യോഗമായിരുന്നു ഇന്ന്. KSEB ചെയർമാൻ മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടി വരില്ല. വൈദ്യുതി നിയന്ത്രണം സംസ്ഥാനത്തെ നിലവിലെ പ്രതിസന്ധി നിയന്ത്രണ വിധേയമാണെന്നാണ് വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഒരുപക്ഷെ ഈ രൂക്ഷ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് സമാനമായ രീതിയിൽ വൈദ്യുത പ്രതിസന്ധി തുടരുമെങ്കിലും നിയന്ത്രണ വിധേയമായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും മേഖല തിരിച്ചുള്ള ഒരു വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരിക്കും. അതായത് നേരത്തെ ആദ്യം മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നത് പാലക്കാട് ഡിവിഷനിലായിരുന്നു. നമുക്കറിയാം, സംസ്ഥാനത്ത് അതിതീവ്ര ചൂടാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. പുറത്തു നിന്നും വൈദ്യുതി വാങ്ങുന്ന അളവും കൂടിയിട്ടുണ്ട്. 92 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തു നിന്നും അധികമായി വാങ്ങേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 75% വൈദ്യുതിയാണ് ഇത്തരത്തിൽ വാങ്ങേണ്ടി വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ മേഖല തിരിച്ചുകൊണ്ടുള്ള ഒരു വൈദ്യുതി നിയന്ത്രണമാണ് നിലവിലെ സാഹചര്യം പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലവിലത്തെ ഒരു ക്രൈസിസ് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ KSEB എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൂടാതെ ഇത്തരത്തിലുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സഹകരിക്കാനായിട്ടുള്ള നിലപാടുകൾ KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. 20 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവാൻ പാടില്ല. സമൂഹത്തെ ക്ലാസ് തിരിച്ചുള്ള ഒരു നിയന്ത്രണവും ഉണ്ടാകും. ഗ്രാമീണ മേഖലകളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സാധ്യത. പക്ഷേ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ലോഡ് ഷെഡിങ്ങിന് സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണവും അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളെ ക്ലാസ് ആയിട്ട് തിരിച്ചുകൊണ്ടുള്ള ഒരു വൈദ്യുതി നിയന്ത്രണമൊക്കെ ഒരു തരത്തിൽ ഇത് ഒരു ലോഡ് ഷെഡിങ്ങിന് പകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് നടപ്പിലാക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണത്തിന് ശേഷം ആദ്യം ചേർന്ന ഉന്നതതല യോഗമാണ്. സമാനമായ രീതിയിൽ വരും മാസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു അവലോകന യോഗം ചേരുകയും കൂടുതൽ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്നലെ ചേർന്ന സർവീസ് സൊസൈറ്റികളുമായിട്ടുള്ള യോഗത്തിന് ശേഷമാണ് ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് യോഗം ചേർന്നത്. ഇന്നലെ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർവീസ് സംഘങ്ങൾ അല്ലെങ്കിൽ സർവീസ് സൊസൈറ്റികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പീക്ക് അവറിലും ഉണ്ടാകുന്ന വ്യത്യാസം, പീക്ക് അവറിൽ മാറ്റം വരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അധിക ഉദ്യോഗസ്ഥരെ എടുക്കുക, ഇതെല്ലാം വലിയ ആവശ്യങ്ങൾ തന്നെയായിരുന്നു. ഇന്നത്തെ യോഗത്തിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും ഉയർന്നിട്ടില്ല. സ്മാർട്ട് മീറ്റർ എന്നുള്ള വിഷയമൊന്നും ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടില്ല. വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ സർക്കാർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല എന്നുള്ള കാര്യം KSEB നേരത്തെ തന്നെ അറിയിച്ചതായിരുന്നു. പക്ഷേ 2 തവണ KSEB ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് വേണമെന്ന് സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരുന്നു. തുടരെയാണ് ഇത്തരത്തിൽ വൈദ്യുതി മന്ത്രിയുമായിട്ട് ചർച്ച നടത്തുന്നത്, യോഗം ചേർന്നത്. യോഗത്തിന് ശേഷമാണ് അവസാനമായ തീരുമാനം എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല, പക്ഷേ മേഖല തിരിച്ചുള്ള നിയന്ത്രണം ഇനിയും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദൃശ്യ, തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.